Hello friends, welcome back. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ബോണ്ടയാണ്. ഇവിടെ ഞാൻ അധികം മസാലകളൊന്നും യൂസ് ചെയ്യാതെയാണ് ഇത് തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ 750 ഗ്രാം ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി കുക്കറിലേക്ക് മാറ്റിയതിനു ശേഷം ഉരുളക്കിഴങ്ങ് മുങ്ങാൻ പാകത്തിൽ വെള്ളം ഒഴിച്ച് 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് 10 മിനിറ്റ് വേവിക്കാൻ വെക്കുക. വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് കുക്കറിൽ നിന്ന് മാറ്റിയതിനു ശേഷം മീഡിയം ലെവലിൽ ഉടച്ചെടുക്കണം. അടുത്തതായി ബോണ്ടയ്ക്ക് വേണ്ടിയുള്ള മിക്സാണ് തയ്യാറാക്കാനുള്ളത്. ഇതിനായി ചൂടായ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം 2 വലിയ സവാള അരിഞ്ഞത് ചേർത്ത് വഴറ്റുക. സവാള ചെറുതായി വഴന്ന ശേഷം ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എന്നിവ ചെറുതായി അരിഞ്ഞ് ചേർക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് വഴറ്റുക. ആദ്യം ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തതിനാൽ ഇവിടെ ഉപ്പ് ചേർക്കുമ്പോൾ കൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സവാള വഴന്ന് ബ്രൗൺ നിറമാകുന്നതിന് മുമ്പ് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കുക. 2 മിനിറ്റ് ഇളക്കിയതിനു ശേഷം ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ബോണ്ടയ്ക്ക് വേണ്ടിയുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വെക്കണം. ചൂടാറിയതിനു ശേഷം ചെറിയ ഉരുളകളായി ഉരുട്ടിയെടുക്കുക. ഇനി മുക്കി പൊരിക്കാനുള്ള മാവ് തയ്യാറാക്കണം. ഇതിനായി ഒരു ബൗളിൽ 1/2 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു നുള്ള് അപ്പക്കാരം എന്നിവ എടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കട്ടിയുള്ള പേസ്റ്റ് രൂപത്തിലാക്കി മാറ്റുക. ചേർക്കുന്ന വെള്ളം കൂടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോണ്ട ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായി ചൂടായ ഒരു ചീനച്ചട്ടിയിലേക്ക് ബോണ്ട മുങ്ങിപ്പൊരിയാൻ തക്ക പാകത്തിൽ ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായതിനു ശേഷം തയ്യാറാക്കി വെച്ച ഓരോ ഉരുളകളും മാവിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കുക. ഒന്ന് മറിച്ചിട്ടതിന് ശേഷം മാത്രം അടുത്ത ഉരുള മാവിൽ മുക്കി ഫ്രൈ ചെയ്യാൻ ചട്ടിയിലേക്ക് ഇടുക. പരസ്പരം ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫ്രൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്തത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരേ സമയം 3 എണ്ണത്തിൽ കൂടുതൽ ഫ്രൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മറിച്ചിടുമ്പോൾ തമ്മിൽ തട്ടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉള്ളതിനാലാണ് ഇങ്ങനെ പറയുന്നത്. ബോണ്ടയുടെ എല്ലാ സൈഡും ഫ്രൈ ആയതിനു ശേഷം ചട്ടിയിൽ നിന്ന് എടുത്തു മാറ്റുക. ഇതേപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കുക. സ്വാദിഷ്ടമായ ഉരുളക്കിഴങ്ങ് ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.